എന്താണ് ഇവിടെ ആളുകൾ വളരെ പ്രതിഷേധത്തിലാണല്ലോ, എന്താണ് പറയുന്നത്? അല്ല, ഇവിടെ ശക്തമായ മഴ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മഴയുമായി ബന്ധപ്പെട്ട് നല്ല കുത്തൊഴുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ടുള്ളൂ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് എന്താ സംഭവിച്ചതെന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം കുത്തൊഴുക്കിൻ്റെ ഭാഗമായിട്ട് രാവിലെ അക്കരെ പോയ തൊഴിലാളികൾ അവിടെ ഒറ്റപ്പെട്ടു എന്നതിലേക്കാണ് നമ്മൾ വാർത്ത കേട്ടിവിടെ വരുന്നത്. അപ്പോൾ നിലവിൽ അവരെല്ലാവരും ഇപ്പുറത്തേക്ക് കടത്തിയിട്ടുണ്ട്. ബാക്കി എന്താണ് ഇങ്ങനെ കുത്തൊഴുക്കുമായി ബന്ധപ്പെട്ട് മഴയുടെ മാത്രമാണോ മറ്റെന്തെങ്കിലും അവിടെ ചെറിയ രീതിയിൽ ഉരുളുപൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വിശദമായിട്ട് അറിയുള്ളൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നുണ്ട്. അത് പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കും. എന്തായാലും വലിയ കുത്തൊഴുക്ക് വെള്ളം ഉണ്ടായിട്ടുണ്ട്. സാധാരണ നിലയിലൂടെ മഴ നന്നായി പെയ്യുന്ന സമയത്ത്, മലയോരത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ കുത്തൊഴുകി വെള്ളം വരുന്നതാണ്. പിന്നെ മറ്റൊരു സാധ്യത ഉണ്ടാകാൻ സാധ്യതയെന്ന് വെച്ചാൽ ഇവിടെ മണ്ണുകൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ മണ്ണുകൾ ഈ കുത്തൊഴുക്കിൻ്റെ ഭാഗമായിട്ട് അതും കൂടി ഒഴുകി വരുമ്പോൾ നല്ല കലക്കുണ്ടാവും. അതായിരിക്കും നമ്മൾ ഈ കാണുന്ന തരത്തിൽ ഇത്രയും ഭീകരമായിട്ടൊരു സാഹചര്യം ഉള്ളത്. എന്തായാലും മറ്റ് സാഹചര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം വേണ്ട തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഫ്രാൻസിസ്, മറ്റൊരു കാര്യം പറയാനുള്ളത്, ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് നിത്യജീവിതത്തിന് ഇപ്പോൾ വഴിയില്ലാത്തൊരവസ്ഥ വരും. കാരണം മഴക്കാലമായാൽ അവിടെ തോട്ടം മേഖലയിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ തോട്ടം ഉടമകൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ 9,000 രൂപ കൊടുക്കുന്നത് തുടരണം എന്നുള്ള ഒരു ആവശ്യവുമായാണ് അവർ തഹസിൽദാരെ അടക്കം, വില്ലേജ് ഓഫീസറും തഹസിൽദാരും നടത്തിയ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് നിഷേധിക്കപ്പെടുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്താണ് പറയാനുള്ളത്? അല്ല, അത് എന്താണെന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആളുകൾ അപ്പുറത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അപ്പം ആ തൊഴിലുമായി ബന്ധപ്പെട്ട് അവിടെ തോട്ടം പൊട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ് ആദ്യം ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിരന്തരം ആവശ്യപ്പെട്ടാണ് തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് അതിനുണ്ടായിട്ടുള്ളത് എന്നുള്ളത് ബന്ധപ്പെട്ട് ഗവൺമെൻറ് നിലയ്ക്ക് പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാവും.